ഇതാണ് നമ്മുടെ പാൽക്കൊഞ്ച്. വെമ്പനാട്ട് പാൽക്കൊഞ്ചാണ്, റെഡി ആയിട്ടുണ്ട്. നമ്മളിന്ന് വേനാട് പാൽക്കൊഞ്ചാണ് ഉണ്ടാക്കുന്നത്. അതിന് കൊഞ്ച്, പച്ചമുളക് പൊടിച്ചത്, നമ്മൾ പൊടിച്ചത്, ഉപ്പ്, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത്രയാണ് ഇപ്പം നമ്മൾ ഇതിന് തീരുമാനമായിട്ട് വേണ്ടത്. ഇപ്പം മഞ്ഞൾപ്പൊടി ഇടുകയാണ് 1 സ്പൂണ്, കുരുമുളക് പൊടി 1 സ്പൂണ് നമ്മൾ ആവശ്യത്തിന് ചേർക്കുക. പിന്നെ ഉപ്പ് 1 സ്പൂണ്, മുളക് പൊടി, പച്ചമുളക് നമ്മൾ പൊടിച്ചതാണ്. ഇതാണ് ഇതിൻ്റെ കൂട്ട്. നമ്മളിതിപ്പോൾ പുരട്ടി വറുക്കാൻ പോവാം. പുരട്ടി നമ്മളപ്പോൾ അരമണിക്കൂർ വയ്ക്കുക, കൈ കൊണ്ട് തന്നെ തിരുമണം. ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർക്കുകയാണ്. ഇത് നമ്മൾ വെളിച്ചെണ്ണയിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ വെളിച്ചെണ്ണയും കൂടെ തിരുമ്മി നമ്മളിപ്പം അരമണിക്കൂർ മാറ്റി വയ്ക്കുക. ഇതാണ് ഇതിൻ്റെ പരുവം. പാൽ നമ്മളെടുത്തിട്ടുണ്ട്, അരമുറി തേങ്ങാപ്പാലാണ്. അത് നമ്മൾ ഐസായിരുന്നു. അതിൻ്റെ അകത്ത് നിന്ന് നമ്മൾ ചൂടുവെള്ളം ഒഴിച്ച് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് അരമുറി തേങ്ങ. അതിൻ്റെ അകത്തോട്ട് നമ്മൾ കറിവേപ്പില പിച്ചിയിടണം. കറിവേപ്പില പിച്ചിയിട്ട് ഒരു 1/2 സ്പൂണ് വെളിച്ചെണ്ണയും കൂടെ ചേർക്കുക. എന്നിട്ട് അത് നമ്മൾ നല്ലപോലെ യോജിപ്പിക്കുകയാണ്. യോജിപ്പിച്ച് അത് മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്ക് ഫിഷ് അത് കൊഞ്ച് നമുക്ക് വറുക്കാം. ഇതാണ് ഇതിൻ്റെ പരുവം. കൊഞ്ച് നമ്മൾ വറുക്കാൻ പോവുകയാണ്. വെളിച്ചെണ്ണയിലാണ് വറുക്കുന്നത്. 2 സ്പൂൺ എണ്ണ ഒഴിച്ച് അതിലോട്ട് കൊഞ്ചിടുക. കൊഞ്ചിട്ട് വറുക്കുകയാണ്. അല്ല, നമ്മൾ പൊടിച്ച മുളക് പൊടി, കുരുമുളക് എല്ലാം വേണം. നമ്മളത് വറുത്തെടുക്കാം. ഈ പരുവത്തിലേക്ക് നമ്മളിനി പച്ചമുളക് ഇടുകയാണ്. ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്. വെളുത്തുള്ളി തൊലിയോട് കൂടിയാണ് ചതയ്ക്കേണ്ടത്. നമ്മൾ എല്ലാം ഇളക്കും. ഇതിലോട്ട് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കുകയാണ്. തേങ്ങാപ്പാൽ ഒഴിച്ച് അത് പറ്റിക്കണം. വരുമ്പോൾ ഇതായിട്ടുണ്ട്, പറ്റിയിട്ടുണ്ട്, കുറുകി. നമുക്ക് ഇതിലോട്ട് കരിവേപ്പില ഇടാം. ഇതാണ് പരുവം. ആണ് വേനാട് പാൽക്കൊഞ്ച്. വേറെ പാത്രത്തിലോട്ട് മാറ്റുകയാണ്. ടേസ്റ്റോടുകൂടി പാൽക്കൊഞ്ച് നല്ല ടേസ്റ്റാണ്. നമ്മളെല്ലാം പൊടിച്ചതാണ്. വെളുത്തുള്ളിയൊക്കെ ചതച്ചത്, തൊലി കളയാതെ. അതാണ് ഇതിൻ്റെ ടേസ്റ്റ്.